കേരളീയ ദർശൻ. നമസ്കാരം, കേരളീയ ദർശനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കി. വെള്ളിയാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണയുണ്ടായത്. ശനിയാഴ്ച ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇ.പിക്കെതിരെ നടപടി പ്രഖ്യാപിക്കുക കേന്ദ്ര നേതൃത്വമാകും. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം കൂടിക്കാഴ്ച ഇ.പി. സ്ഥിരീകരിച്ചതും CPM-നെ വലിയ തോതിൽ പ്രതിഷേധത്തിലാക്കിയിരുന്നു. ഇതാണ് കൺവീനർ സ്ഥാനം നഷ്ടമായതിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയെ അന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ ഇ.പിക്ക് കുഴപ്പം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് കൂടി വേണ്ടിയാണ് ഇ.പി. ജാവദേക്കറെ കണ്ടത് എന്ന ആരോപണം കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ കേസുകൾ ദുർബലപ്പെടുത്താനായിരുന്നു കൂടിക്കാഴ്ചയെന്നും ആരോപിച്ചു. സംവിധായകനും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ വീണ്ടും കേസെടുത്തു. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമത്തിനാണ് കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തത്. നേരത്തെ ബംഗാളി നടിയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇത് രഞ്ജിത്തിനെതിരെയുള്ള രണ്ടാമത്തെ കേസാണ്. ബാംഗ്ലൂരുവിൽ വെച്ച് രഞ്ജിത്ത് പീഡിപ്പിച്ചുവെന്നാണ് യുവാവിന്റെ പരാതി. 2012-ൽ താൻ സിനിമയിൽ അവസരം ചോദിച്ചു വന്നപ്പോഴാണ് സംഭവമെന്നും യുവാവിന്റെ പരാതിയിലുണ്ട്. നേരത്തെ കോഴിക്കോടെത്തിയ യുവാവിന്റെ മൊഴിയെടുത്തിരുന്നു അന്വേഷണ സംഘം. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ് നിലനിൽക്കുന്നത്. അറബിക്കടലിൽ അസ്ന ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതിനാൽ സെപ്റ്റംബർ 3 വരെ മഴ തുടരും. ലൈംഗിക അതിക്രമ പരാതിയിൽ MLA മുകേഷിന്റെ രാജിക്കാര്യം ചർച്ച ചെയ്യാതെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ശനിയാഴ്ച ചേരുന്ന സംസ്ഥാന സമിതിയിലാവും വിഷയം ചർച്ച ചെയ്യുക. രാജി സംബന്ധിച്ച അന്തിമ തീരുമാനം യോഗത്തിൽ കൈക്കൊണ്ടേക്കും. ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതിയിൽ കൊല്ലത്ത് നിന്നുള്ള നേതാക്കളടക്കം പങ്കെടുക്കുന്നുണ്ട്. മുകേഷിന്റെ രാജി സംബന്ധിച്ച് കൊല്ലത്തുള്ള നേതാക്കളുടെ പ്രതികരണം പാർട്ടി തേടും. മുകേഷിൽ നിന്ന് വിശദീകരണം തേടിയേക്കും. മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നാണ് CPM നേരത്തെ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. സമാന കേസുകളിൽ UDF നേതാക്കൾ രാജിവെച്ചിട്ടില്ലെന്നാണ് നേതാക്കൾ ഉയർത്തുന്ന പ്രതിരോധം. അതേസമയം ഒരു ഭാഗം നേതാക്കൾ മുകേഷ് മാറി നിൽക്കണമെന്ന ശക്തമായ നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. കോൺഗ്രസുകാർ ചെയ്തില്ലെന്ന് കരുതി തങ്ങളും അതേ നിലപാടാണോ കൈക്കൊള്ളേണ്ടതെന്ന ചോദ്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രിയെ അദ്ദേഹം നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ വയനാട്ടിലെ ദുരിതബാധിതർക്ക് 1000 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നില വീട് നിർമ്മിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. വീട് നഷ്ടപ്പെട്ടവർക്കായിരിക്കും പ്രഥമ പരിഗണനയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമ്മയിൽ കൂട്ടരാജി ഉണ്ടായതിൽ പ്രതികരിച്ച് നടനും സംവിധായകനുമായ ലാൽ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല, ആ കൂട്ടത്തിൽ നിരപരാധികളായ ആരും പെട്ടുപോകരുത് എന്ന പ്രാർത്ഥന മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി അമ്മ ഭരണസമിതിയിൽ തുടരുകയാണെങ്കിലും എന്താണ് ചെയ്യാനുള്ളത്? മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ട് പറയുക അന്വേഷണം നടക്കട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കണമെന്ന് മാത്രമായിരിക്കും. ഇത് പറയാനായി മാത്രം വെറുതെ മാധ്യമങ്ങളെ കാണുന്നതിൽ അർത്ഥമില്ല. സിദ്ദിഖിനെതിരായ ലൈംഗിക ആരോപണം ഞെട്ടലുണ്ടാക്കിയെന്നും ലാൽ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ബാധിതരിൽ ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്നവരെ ഒരാഴ്ചയ്ക്കുള്ളിൽ വീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്ന് ഹൈക്കോടതി. ദുരന്തമുണ്ടായിട്ട് 1 മാസം കഴിഞ്ഞു. ക്യാമ്പിൽ ജീവിക്കുന്നത് സന്തോഷകരമായ കാര്യമല്ല. ആരെങ്കിലും ക്യാമ്പിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടാവും. അത് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് ടൗൺഷിപ്പ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുൻപ് ഹൈക്കോടതിയെ അറിയിക്കണമെന്നും ജസ്റ്റിസുമാരായ AK ജയശങ്കരൻ നമ്പ്യാർ, BM ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. 85% ക്വാറികളും അനധികൃതമെന്ന് മാധവ് ഗാഡ്ഗിൽ. കേരളത്തിലുള്ള 80% ക്വാറികളും അനധികൃതമാണെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു.
വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസ് സംഘടിപ്പിച്ച ജനകീയ സംവാദത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴും ഒരു പ്രകൃതി ദുരന്തവും പാഠമാകുന്നില്ല. പരിസ്ഥിതി ലോല മേഖലകൾ നിശ്ചയിക്കുമ്പോൾ പ്രാദേശിക വികസനത്തിൽ പങ്കാളിത്തം ഉണ്ടാകില്ല. രാഷ്ട്രീയക്കാരും കോറി ഉടമകളും തമ്മിൽ കൂട്ടുകെട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോഴും കോറികൾ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ഇരകളാവുകയാണ്. സംസ്ഥാനത്തെ തോട്ടം മേഖലയുടെ നടത്തിപ്പ് തൊഴിലാളി സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കണം. ദുരന്ത ബാധിത മേഖലകളിൽ റിസോർട്ട് ടൂറിസം ഒഴിവാക്കണം. ഗോവയിലുള്ള പോലെ തദ്ദേശീയ ജനതയുടെ നേതൃത്വത്തിലുള്ള ഹോം സ്റ്റേ പോലുള്ള രീതിയാണ് ആവശ്യം. ഇപ്പോഴുള്ള വന്യജീവി സംരക്ഷണ നിയമം അശാസ്ത്രീയവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഗാഡ്ഗിൽ അതിൽ ഭേദഗതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.